24 ബ്രേക്കിംഗ്. കനത്ത തോൽവിയിലും പാഠം പഠിക്കാതെ CPIM. പരാജയ കാരണങ്ങളായുള്ള ആ വിലയിരുത്തലിൽ ഭരണപരാജയങ്ങളെക്കുറിച്ച് പരാമർശമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ UDF അനുകൂലമായെന്നും വിമതർ പാർട്ടിയെ വഞ്ചിച്ചെന്നുമാണ് പരാമർശങ്ങൾ. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വെച്ചിരുന്നു. ബൽറാം, എപ്പോഴും ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷം MV ഗോവിന്ദനും പിണറായി വിജയനൊന്നും അങ്ങനെ മാധ്യമങ്ങളോട് കാര്യമായി കണ്ടിട്ടില്ല, പാർട്ടി നേതാക്കളും കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ കാണുമ്പോൾ പറയുന്ന ആദ്യ വാക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. അപ്പോൾ ഈ പരാജയ പാഠത്തിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ ബൽറാം? ഹഷ്മി, സംസ്ഥാന ഘടകത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് വിലയിരുത്തലിനായി പോളിറ്റ് ബ്യൂറോയിൽ ഇന്നലെ ഉച്ചയോടെ സമർപ്പിക്കപ്പെട്ടത്. ആ റിപ്പോർട്ടിൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഉച്ചവരെ ആ ചർച്ചകൾ തുടരുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുക. എന്തായാലും സംസ്ഥാന ഘടകത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകോപനം UDF അനുകൂലമായി ഉണ്ടായി. അതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ UDF അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള വിലയിരുത്തലുണ്ട്. ഇതോടൊപ്പം തന്നെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടിയുണ്ടായി എന്ന ആത്മവിമർശനവും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വിമതർ പാർട്ടിയെ വഞ്ചിച്ചു എന്നും വിമതരുടേത് ആസൂത്രിത നീക്കമായിരുന്നു എന്നും, എന്നാൽ വിമതർ ജയിച്ച പ്രധാനമായ 3 മണ്ഡലങ്ങൾ പയ്യന്നൂരും തളിപ്പറമ്പും ഒപ്പം തന്നെ അമ്പലപ്പുഴയിലും ഇവിടെ വ്യത്യസ്തമായ കാരണങ്ങളാണ് വിജയത്തിന് വഴിയൊരുക്കിയത് എന്ന വിലയിരുത്തലുണ്ട്. ഈ തളിപ്പറമ്പിൽ പ്രധാനമായും ഈ SIR-മായി ബന്ധപ്പെട്ട പുതിയ വോട്ടുകൾ ചേർത്തു. അത് UDF വോട്ടുകൾ 19,000-ഓളം വോട്ടുകൾ കൂടുതലായി ചേർത്തു. അതുകൊണ്ട് തന്നെ അവിടെ മേൽക്കൈ UDF-നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് TK ഗോവിന്ദൻ UDF-ലേക്ക് മാറിയത്. ആസൂത്രിതമായ നീക്കമായിരുന്നു അതിന് പിന്നിൽ എന്നാണ് വിലയിരുത്തൽ. അതേസമയം പയ്യന്നൂരിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച പാർട്ടി വോട്ടുകളിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ ഉണ്ട്. ഒപ്പം തന്നെ എന്നാൽ പാർട്ടി വോട്ടുകൾ പാർട്ടിയെ വഞ്ചിച്ചു. തളിപ്പറമ്പിൽ ഗോവിന്ദനും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു. ഓക്കെ, പക്ഷെ അവരവിടെ ജയിക്കണമെങ്കിൽ പാർട്ടി വോട്ടില്ലാതെ ജയിക്കാൻ പറ്റുമോ? ആ പാർട്ടി വോട്ടില്ലാതെ ജയിച്ച അത്രയും പാർട്ടിക്കാരും മൊത്തത്തിൽ കൂട്ടത്തോടെ പാർട്ടിയെ വഞ്ചിച്ചെങ്കിൽ ആ വഞ്ചന ശരിയായ കാരണം എന്താണ് എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? ഹഷ്മി, ഇതൊരു പ്രാഥമിക റിപ്പോർട്ട് വിലയിരുത്തൽ മാത്രമാണ് ഉള്ളത്. അതേസമയം ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്നാൽ വ്യത്യസ്തമായ സാഹചര്യം എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തലുള്ളത്. അതിൽ തളിപ്പറമ്പിൽ UDF-ന് തന്നെ നിലവിൽ വോട്ടുകളുടെ കാര്യത്തിൽ മേൽക്കൈയുണ്ട്. 19,000-ഓളം വോട്ടുകൾ അവസാന ഘട്ടത്തിൽ UDF-ലേക്ക് ചേർത്തതോടെ തന്നെ UDF-ന് മേൽക്കൈ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയാണ് TK ഗോവിന്ദൻ പക്ഷം മാറിയത്. സാഹചര്യം മുതലെടുത്തുകൊണ്ട് അതിനു മുമ്പായി തന്നെ UDF നേതാക്കളുമായി ചർച്ച നടത്തുകയും ആസൂത്രിതമായി UDF-ലേക്ക് മാറുകയുമായിരുന്നു. എന്നാൽ അത് ജനങ്ങളെ പോലും പറ്റിക്കുന്ന തരത്തിൽ ആസൂത്രിതമായി അത് നടപ്പാക്കുകയായിരുന്നു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന ഘടകത്തിനുള്ളത്. അതേസമയം പയ്യന്നൂരിൽ വ്യത്യസ്തമായിരുന്നു സാഹചര്യം. പാർട്ടി വോട്ടുകളിൽ പയ്യന്നൂരിൽ ചോർച്ചയുണ്ടായി. പാർട്ടി കണക്ക് കൂട്ടാത്ത തരത്തിലുള്ള വോട്ട് ചോർച്ച പയ്യന്നൂരിൽ ഉണ്ടായി എന്നത് വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന ഘടകത്തിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധനകൾ നടക്കും. അത് വരും ഘട്ടങ്ങളിലായിരിക്കും ഉണ്ടാകുക. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗങ്ങൾ ചേരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ബ്രാഞ്ച് തലത്തിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടത്തും. ഇതിന് ശേഷമുള്ള വിശദമായ അവലോകനം അത് ഈ മാസം 22-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. ബംഗാൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടായി. എന്തായാലും ബംഗാളിൽ പരാജയം തന്നെയാണ് പാർട്ടിക്ക് സംഭവിച്ചത് എങ്കിലും 2021-ൽ നിന്നും നേരിയ ഒരു ആശ്വാസം, ഒറ്റ സീറ്റ് ജയിച്ചിരിക്കുന്നു. അതിൽ SIR ഒരു പ്രധാന കാരണമായി BJP-യുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ BJP-യുടെ വിജയത്തിന്. ഒപ്പം തന്നെ മമതയ്ക്കെതിരായ ഭരണവിരുദ്ധ വികാരം BJP-ക്ക് അനുകൂലമായതുമാണ് വലിയ വിജയത്തിന് വഴിവെച്ചത്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബംഗാൾ ഘടകം പങ്കുവയ്ക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.